പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 10ാമത്തെ ചാപ്റ്റർ യൂണിയൻ എക്സിക്യൂട്ടീവ്, അതിൻ്റെ അർത്ഥം കേന്ദ്രകാര്യ നിർവഹണ വിഭാഗം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്ലാസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അവിടുന്ന് അങ്ങോട്ടുള്ള ബാച്ചിനും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അവരുടെ മൊത്തം സിലബസിൻ്റെ ചാപ്റ്ററിൻ്റെ 60% മാത്രം എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. അത് പബ്ലിക് എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡലുകളും മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ സിലബസും പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിലാണ് നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്തവർ മുഴുവൻ ചാപ്റ്ററും ടെക്സ്റ്റ് ബുക്കിൻ്റെ മുഴുവൻ ചാപ്റ്റർ പഠിക്കണം. പഴയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഈ രണ്ട് പഴയ മോഡലിൻ്റെയും പുതിയ മോഡലിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയ സിലബസ് പ്രകാരമാണ്. അതിൽ വരുന്ന ചാപ്റ്ററുകളാണ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ വന്നാൽ മലയാളത്തിൽ എങ്ങനെ ആൻസർ ചെയ്യാം, അതിൻ്റെ അർത്ഥം മനസ്സിലാകുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവൊക്കെ പല വിദ്യാർത്ഥികളിലും വന്നിട്ടുണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോർഡിൽ ക്വസ്റ്റ്യൻ എഴുതി അതിൻ്റെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത്. ഇന്നത്തെ ഈ ക്ലാസ് നമ്മുടെ ഗൈഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ അടിച്ചിറക്കിയ ഗൈഡാണ്. ഗൈഡ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ മലയാളത്തിലുള്ള ഗൈഡ് എല്ലാ വിഷയത്തിൻ്റെ അവൈലബിൾ ആണ്. എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ക്യാബിനറ്റ്, യൂണിയൻ എക്സിക്യൂട്ടീവ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ വേറൊരു വീഡിയോയിൽ അവതരിപ്പിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ദി മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യ. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതി വിവരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ മെയിൻ 2 അതോറിറ്റിയാണ്. ഒന്ന് പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയും, രണ്ടാമത് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പാർലമെന്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന അസംബ്ലിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സാമാജികരും ഉൾപ്പെടുന്ന ഒരു ഇലക്ടറൽ കോളേജാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതെന്നാണ്. പ്രസിഡന്റിന്റെ ഭരണകാലാവധി 5 വർഷമാണ്. ഒരു സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയെ അവിടുത്തെ നിയമസഭാ സാമാജികരുടെ എണ്ണം കൊണ്ട് ഹരിച്ച് ആ സംഖ്യയെ 1000 കൊണ്ട് വീണ്ടും ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ആ സംസ്ഥാനത്തിലെ ഒരു നിയമസഭാജികന്റെ വോട്ടിന്റെ മൂല്യം. എല്ലാ നിയമസഭാ സാമാജികരെയും മൊത്തം വോട്ടിനെ പാർലമെന്റിലെ 2 സഭകളിലും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ച് കിട്ടുന്ന തുകയാണ് ഓരോ പാർലമെന്റ് അംഗത്തിന്റെയും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിന്റെ മൂല്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യയിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ എന്തെല്ലാം? എല്ലാവർക്കും പ്രസിഡന്റ് ആകാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ യോഗ്യത എന്താണ്? രാജ്യത്തിലെ പ്രഥമ പൗരനായിരിക്കണം, ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആയിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രസിഡന്റിന്റെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായ ഭരണ നിർവഹണത്തിനുള്ള അധികാരം ഔപചാരികമായി പ്രസിഡന്റ് നിക്ഷിപ്തമാണ്. ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു ഭരണാധികാരികൾക്ക് 1 ഇന്ത്യൻ പൗരനായിരിക്കണം, 2 35 വയസ്സ് തികഞ്ഞിരിക്കണം, 3 ഗവൺമെന്റ് സർവന്റ് ആകാൻ പാടില്ല എന്നുള്ളതാണ്, 4 ലോകസഭ അംഗമാകാനുള്ള ഒരു യോഗ്യത അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻ. മൂന്നാമത്തെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി പൊസിഷൻ ആൻഡ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ പദവിയും അധികാരവും വിവരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ പൊസിഷനാണ്. പദവി എന്തൊക്കെയാണ് ഒരു പ്രസിഡന്റ്? ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ പ്രസിഡന്റിന് പല അധികാരങ്ങളാണ് വിഭാവനം ചെയ്യുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിന് ഒട്ടേറെ വിശിഷ്ടമായ പദവിയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് രാഷ്ട്രത്തിന്റെ തലവനാണ്. എന്നാൽ യഥാർത്ഥ എക്സിക്യൂട്ടീവ് ക്യാബിനറ്റിന്റെ തലവനായ പ്രധാനമന്ത്രിയുമാണ്.
ഭരണഘടനയുടെ 63-ാം വകുപ്പിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. എന്നാൽ 74-ാം വകുപ്പിൽ ഇക്കാര്യത്തിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കാൻ ഒരു ക്യാബിനറ്റ് ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. 47-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ ക്യാബിനറ്റിന്റെ അഭിപ്രായം അനുസരിച്ച് പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് പാസാക്കിയിരിക്കുന്നു. എന്നാൽ 44-ാം ഭേദഗതി ഇതിൽ മാറ്റം വരുത്തി ഇതനുസരിച്ച് പാർലമെന്റ് പാസാക്കിയ ബിൽ പുനഃപരിശോധിക്കാൻ രാഷ്ട്രപതിക്ക് തിരിച്ചേക്കാവുന്നതാണെന്നുള്ളതാണ്. ഇനി പ്രസിഡന്റിന്റെ പവർ എന്തൊക്കെയാണ്, അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പവറാണ് പ്രസിഡന്റ്. ഭരണപരമായിട്ടുള്ള ചുമതലയാണ്. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്ന് ചോദിച്ചറിയാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. ഭരണകാര്യങ്ങളിൽ മതിയായ വിവരങ്ങൾ പ്രധാനമന്ത്രി പ്രസിഡന്റിനെ ധരിപ്പിക്കേണ്ടതുണ്ട്. സംരക്ഷിത അധികാരങ്ങൾക്ക് പ്രകാരം പ്രധാനമന്ത്രിയെ നിയമിക്കേണ്ടത് പ്രസിഡന്റാണ്. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം പ്രസിഡന്റ് മന്ത്രിമാരെ നിയമിക്കുകയും അവർക്കുള്ള വകുപ്പുകൾ വിഭജിച്ച് നൽകുകയും ചെയ്തു. മന്ത്രിമാരെ നിയമിക്കേണ്ടതും അവരുടെ വകുപ്പുകൾ വിഭജിച്ച് നൽകേണ്ടതുമായ ചുമതല രാഷ്ട്രപതിക്കാണ്. പ്രധാനമന്ത്രിയുടെ താല്പര്യത്തിനനുസരിച്ചാണ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നിയമനം കൂടാതെ കേന്ദ്രമന്ത്രിമാർ, ഗവർണർ, ലൈഫ് ഗവർണർ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാർ, ജഡ്ജിമാർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, UPSC ചെയർമാൻ, പട്ടികജാതി വർഗ കമ്മീഷന്റെ സ്പെഷ്യൽ ഓഫീസർ, അംബാസഡർ തുടങ്ങിയവരെല്ലാം നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഇതിൽ സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ, ജഡ്ജിമാർ, UPSC ചെയർമാന്, മെമ്പർമാർ എന്നിവരൊഴികെ ബാക്കി എല്ലാവരെയും രാഷ്ട്രപതിക്ക് സ്ഥാനഭ്രഷ്ടരാക്കാൻ സാധിക്കും. എന്നാൽ മറ്റുള്ള സ്ഥാപനത്തിലുള്ളവരെ സ്ഥാനഭ്രഷ്ടരാക്കാൻ പാർലമെന്റിലെ അംഗങ്ങളിൽ പകുതിയോളം വോട്ടെടുപ്പിൽ പങ്കെടുത്ത് അതിൽ 2/3 ഭൂരിപക്ഷമാണ്. അതേപോലെ തന്നെ നയതന്ത്രപരമായ അധികാരങ്ങളുണ്ട് പ്രസിഡന്റിന്. ഡിപ്ലോമാറ്റിക് പവേഴ്സാണ്. വിദേശകാര്യങ്ങളിൽ അംബാസിഡർമാരെ നിയമിക്കുന്നതിനും നയതന്ത്ര പ്രതിനിധികളെ നിയമിക്കുന്നതും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അതേപോലെ തന്നെ ധനപരമായുള്ള അധികാരമുണ്ട്. ഫിനാൻഷ്യൽ പവർ ഉണ്ട്. ലോകസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഒരു ധനകാര്യ ബില്ലോ ഗ്രാന്റിനുള്ള അപേക്ഷയോ രാഷ്ട്രപതിയുടെ മുൻകൂട്ടിയുള്ള അനുമതി കൂടാതെ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല. അപ്രതീക്ഷിതമായി എന്തെങ്കിലും ചെലവുകൾ വന്നാൽ അതിനുള്ള നീക്കിവെച്ചുള്ള കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കേണ്ടത് രാഷ്ട്രപതിയാണ്. ഇതേപോലെ ലെജിസ്ലേറ്റീവ് അധികാരങ്ങളുണ്ട്. രാഷ്ട്രപതിയും പാർലമെന്റും ചേർന്നാണ് കേന്ദ്രത്തിലെ നിയമനിർമ്മാണ സഭയാണ് ഭരണഘടന അനുശാസിക്കുന്നത്. രാഷ്ട്രപതിക്കുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ ഓരോന്നുണ്ട്. ഒന്ന്, പാർലമെന്റിലെ ഇരുസഭകളെയും വിളിച്ചു കൂട്ടുന്നതിനും നിർത്തിവെക്കുന്നതിനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. വർഷത്തിൽ 2 തവണ പാർലമെന്റ് വിളിച്ചു കൂട്ടാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. കല, സാഹിത്യം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 12 പേരെ രാജ്യസഭയിലേക്കും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളായ 2 പേരെ ലോകസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിലോ ഇരുസഭകളുടെയും സംയുക്ത യോഗത്തിലോ പ്രസംഗിക്കുന്നതിനോ സന്ദേശം അയക്കുന്നതിനോ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ലോകസഭയുടെ ആദ്യ സമ്മേളനത്തിൽ രാഷ്ട്രപതി പ്രസംഗിക്കുന്നു. കൂടാതെ ഗവൺമെന്റിന്റെ നയപ്രസംഗം രാഷ്ട്രപതിയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ബില്ലിന്റെ കാര്യത്തിൽ ഇരുസഭകളും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിക്കുന്നതെങ്കിലും ഇരുസഭകളുടെയും സംയുക്ത യോഗം വിളിച്ചു കൂട്ടാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഒരു ബില്ല് സഭ പാസാക്കിയതിനു ശേഷം രാഷ്ട്രപതി അനുമതി ലഭിക്കേണ്ടതായി തിരിച്ചയക്കുന്നതിന് അധികാരമുണ്ട്. രാഷ്ട്രപതിയുടെ അനുമതിയോടെ മാത്രമേ ഒരു ബില്ല് നിയമമാകുള്ളൂ. സാധാരണ ധനകാര്യ ബില്ലുകൾ ലോകസഭയിൽ മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ. ഇതേപോലെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. 123-ാം വകുപ്പ് അനുസരിച്ച് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ശിക്ഷയ്ക്ക് വിധിച്ചവർക്ക് മാപ്പ് നൽകുന്നതിനോ ശിക്ഷ ഇളവ് ചെയ്യുന്നതിനോ ലഘൂകരിക്കുന്നതിനോ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. രാഷ്ട്രപതിക്ക് തന്റെ അധികാരങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരു കോടതിക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. രാഷ്ട്രപതിക്കെതിരെ യാതൊരു വാറണ്ടും പുറപ്പെടുവിക്കാൻ ഒരു കോടതിക്കും അധികാരമില്ല. ഇതേപോലെ തന്നെ അടിയന്തര അധികാരമുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള 2 അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. രാജ്യത്തെ വിദേശാക്രമണ ഭീഷണിയോ ആഭ്യന്തര അസ്വസ്ഥതയോ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അവിടുത്തെ ഗവൺമെന്റ് ഭരണം നടത്തുന്നതിൽ പരാജയപ്പെട്ടാൽ ആ സംസ്ഥാനത്തിൽ മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതാണ്. ഈ 3 അടിയന്തരാവസ്ഥയും പാർലമെന്റ് അംഗീകാരം ആവശ്യമാണ്.
അതിൽ പട്ടാളാധികാരങ്ങളുണ്ട്, ഇംപീച്ച് ഉണ്ട്. പട്ടാളാധികാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സർവ്വ സൈനാധിപനാണ് രാഷ്ട്രപതി. കരസേന, വ്യോമസേന, നാവികസേന മേധാവികളെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രവുമായി സഖ്യമുണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യവുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നതിനോ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഈ അധികാരികൾ പാർലമെന്റ് നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. പിന്നെ ഇംപീച്ച്മെന്റ് ആണ്. രാഷ്ട്രപതിയുടെ പ്രവർത്തനത്തിൽ പാർലമെന്റിന് അസംതൃപ്തി തോന്നുന്നുണ്ടെങ്കിൽ നിയമപ്രകാരം ആ സ്ഥാനത്ത് നിന്ന് രാഷ്ട്രപതി നീക്കം ചെയ്യാവുന്നതാണ്. ഇതാണ് ഇംപീച്ച്മെന്റ്. അടുത്ത ചോദ്യമാണ്, ഹൗ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. വൈസ് പ്രസിഡന്റിന്റെ ചുമതലകളെ കുറിച്ച് വിവരിക്കുകയാണ്. പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് പ്രസിഡന്റിനെ സഹായിക്കുന്ന വൈസ് പ്രസിഡന്റാണ്. ഭരണഘടന പ്രകാരം നമുക്കൊരു വൈസ് പ്രസിഡന്റ് ഉണ്ട്. പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നു. ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തി 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരനായിരിക്കണം. അതേപോലെ തന്നെ രാജ്യസഭയിൽ അംഗമായിരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. വൈസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. ഔദ്യോഗികമായി അദ്ദേഹം രാജ്യസഭയുടെ ചെയർമാനുമാണ്. പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റിന്റെ ഔദ്യോഗികമായ പ്രവർത്തനത്തിൽ ഏർപ്പെടാവുന്നതാണ്. പ്രസിഡന്റിന്റെ രാജി, മരണം, കുറ്റവിചാരണ എന്നിവയിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിവരുമ്പോൾ 6 മാസക്കാലം വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിയായി പ്രവർത്തിക്കാമെന്നുള്ളതാണ്. അടുത്ത 5ാമത്തെ ചോദ്യം, ഹൗ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ്. നമുക്കറിയാം, ഒരു പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത് പ്രൈം മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരമാണ്. പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെങ്കിലും രണ്ടുപേരും പരസ്പരം സഹകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നിയമനം ലോകസഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെ തലവനെ പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് നിയമിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരം മറ്റു മന്ത്രിമാരെയാണ് പ്രസിഡന്റ് നിയമിക്കുന്നത്. പ്രധാനമന്ത്രി ശുപാർശ ചെയ്താലാണ് പ്രസിഡന്റിനെ മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നത്. 6ാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി പവർ, ഫങ്ഷൻ, റൂൾ ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വിശദീകരിക്കുക എന്നുള്ളതാണ്. കേന്ദ്ര മന്ത്രിസഭയിലെയും ഗവൺമെന്റിലെയും അധികാര കേന്ദ്രമാണ് പ്രധാനമന്ത്രി. മന്ത്രിസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതും അവർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നതും പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ അവർക്ക് വകുപ്പുകൾ മാറ്റി നൽകുന്നവരും അവരുടെ രാജി ആവശ്യപ്പെടാനും പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ട്. കേന്ദ്ര മന്ത്രിസഭയിൽ പ്രസിഡന്റുമായി ലിങ്കായി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളെ കൂട്ടി ക്യാബിനറ്റ് രൂപീകരിക്കുന്നു. ഈ ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പ്രധാനമന്ത്രിയാണ് പ്രസിഡന്റിനെ അറിയിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അനുവാദം കൂടാതെ ഒരു മന്ത്രിക്കും പ്രസിഡന്റിനെ നേരിട്ട് സന്ദർശിക്കാൻ അനുവാദമില്ല. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രസിഡന്റ് ലോകസഭാ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. പ്രധാനമന്ത്രി ലോകസഭയുടെ നേതാവ് മാത്രമല്ല, രാജ്യത്തിന്റെ നേതാവും കൂടിയാണെന്നുള്ളതാണ്. അടുത്ത 7ാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി റൂൾ ഓഫ് ക്യാബിനറ്റ്. ക്യാബിനറ്റ് മന്ത്രിസഭയുടെ പങ്ക് എന്തൊക്കെയാണ്? ഭരണകേന്ദ്രമായിട്ടുള്ള ഒരു വിഭാഗം മുതിർന്ന മന്ത്രിമാരുടെ അനൗദ്യോഗിക ഘടകമാണ് ക്യാബിനറ്റ്. സുപ്രധാന ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നത് ക്യാബിനറ്റാണ്. ക്യാബിനറ്റ് പ്രാധാന്യമേറിയ നിയമനിർമ്മാണ പ്രവർത്തനമാണ്. പാർലമെന്റ് സമ്മേളനം നടത്തുന്നതും അത് നീട്ടിവെക്കേണ്ടതിന്റെ തീയതികൾ നിശ്ചയിക്കുന്ന ക്യാബിനറ്റാണ്. പ്രസിഡന്റിനോട് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ക്യാബിനറ്റ് ശുപാർശ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങളെയാണ് ദേശീയ നയരൂപീകരണവും എല്ലാ മന്ത്രിമാരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുകയാണ് ക്യാബിനറ്റ് ചർച്ചകളുടെ വെളിച്ചത്തിലാണ്. ധനകാര്യമന്ത്രി വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. ക്യാബിനറ്റാണ് ഗവൺമെന്റിന്റെ വിദേശ നയങ്ങളെ തീരുമാനിക്കുന്നത്. അന്തർദേശീയ കരാറുകളും മറ്റു അംഗീകരിക്കുക, വിവിധ രാജ്യങ്ങൾക്കായുള്ള അംബാസഡർമാരെ നിയമത്തിൽ പ്രധാനമായ പങ്കുവയ്ക്കുക എന്നിവ ക്യാബിനറ്റിന്റെ പ്രവർത്തനമാണ്. അടുത്ത ചോദ്യമാണ്, ഡിസ്ക്രൈബ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, എക്സ്പ്ലെയിൻ ദി റെസ്പോൺസിബിലിറ്റി. കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ച് വിവരിക്കുക, അതിന്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്? പാർലമെന്ററി സമ്പ്രദായത്തിന്റെ ഭരണകൂടമാണ് ഇന്ത്യൻ ഭരണഘടന. കേന്ദ്രത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കുന്നതിനുള്ള വ്യക്തമായ വ്യവസ്ഥ ഭരണഘടനയ്ക്കുണ്ട്. ആർട്ടിക്കിൾ 74 പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിൽ പ്രസിഡന്റിനെ സഹായിക്കാനും ഉപദേശിക്കാനായി പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. പ്രധാനമന്ത്രിയുടെ ഉപദേശമനുസരിച്ച് പ്രസിഡന്റാണ് കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരെ നിയമിക്കുന്നത്. ഏതെങ്കിലും മന്ത്രി പാർലമെന്റിലെ അംഗമല്ലെങ്കിൽ മന്ത്രിയായി 6 മാസത്തിനുള്ളിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാം. ഇനി എന്തൊക്കെയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ ഉത്തരവാദിത്തങ്ങൾ?
രാജ്യഭരണമാണ് കേന്ദ്രമന്ത്രിസഭയുടെ പ്രധാന ചുമതല. രാജ്യത്ത് പൂർണ്ണ സമാധാനം ഉറപ്പുവരുത്തേണ്ട മന്ത്രിസഭയുടെ ചുമതലയാണ്. വിദേശാക്രമണങ്ങൾ തടഞ്ഞ് അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ ജാഗരൂകയായിരിക്കേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളായ നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തുവാൻ കേന്ദ്രമന്ത്രിസഭയ്ക്ക് ചുമതലയുണ്ട്. ജനങ്ങളുടെ സാമൂഹ്യവും സാമ്പത്തികവും ക്ഷേമം വളർത്തുവാൻ മന്ത്രിസഭ ശ്രദ്ധിക്കണം. ദേശീയ നയം നിശ്ചയിക്കും. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമുണ്ടാക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും തയ്യാറാക്കുക, നിയമനിർമ്മാണം നടപ്പിലാക്കുക എന്നിവ മന്ത്രിസഭയുടെ ചുമതലപ്പെടുന്നു. ദേശീയ ആസൂത്രണം, രാജ്യരക്ഷാ നയം, വ്യാപാരവും വാണിജ്യവും സംബന്ധിച്ച നയം എന്നിവയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് ചോദ്യമാണ്, അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി? എന്താണ് കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത്? കേന്ദ്രമന്ത്രിസഭയ്ക്കും പാർലമെന്റിനും കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെന്ററി ഭരണ സമ്പ്രദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് കൂട്ടുത്തരവാദിത്വം. ഓരോ മന്ത്രിമാരുടെ വകുപ്പുകളിലെ തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും മാത്രമല്ല, മറ്റു വകുപ്പുകളിലെ തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. പ്രവർത്തനം തൃപ്തിപരമല്ല എന്ന് തോന്നിയാൽ മന്ത്രിസഭയെ പുറത്താക്കാനുള്ള അധികാരം ലോകസഭയ്ക്കുണ്ട്. ഓരോ വകുപ്പുകളിലെയും പ്രവർത്തനം സംബന്ധിച്ച് അതാത് മന്ത്രിമാർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ലാസ്റ്റ് ചോദ്യമാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാബിനറ്റ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ആണ്. കേന്ദ്ര മന്ത്രിസഭയുടെയും ക്യാബിനറ്റ് മന്ത്രിസഭയും തമ്മിൽ വ്യത്യാസമാണ്. ക്യാബിനറ്റിലെ വിവിധ വകുപ്പുകളുടെ ചുമതലയുള്ള മുതിർന്ന മന്ത്രിമാർ മാത്രമാണ് ഉണ്ടാകുക. മന്ത്രിസഭയിലാകട്ടെ എല്ലാ മന്ത്രിമാരും ഉൾപ്പെടും. മൊത്തം മന്ത്രിമാരുടെ പേരിലാണ് ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നത്. ഒരു മന്ത്രിസ്ഥാനത്തേക്ക് അധികാരമേൽക്കുമ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്യണം? അവിടെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. മന്ത്രിമാരുടെ ശമ്പളങ്ങളും അലവൻസും നിശ്ചയിക്കുന്നത് പാർലമെന്റാണ്. സാധാരണഗതിയിൽ എല്ലാ മന്ത്രിമാർക്കും ഓരോ വകുപ്പ് നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ വകുപ്പില്ലാത്ത മന്ത്രിമാരും ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9037114679. ഓക്കെ, താങ്ക് യു.